ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. സൺ ഓഫ് മാൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അവൻ്റെ പാപം മോചിക്കുവാനുള്ള അധികാരത്തെക്കുറിച്ചുകൊണ്ട് ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് മനുഷ്യപുത്രൻ മാനവജാതിക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നത് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി തീർന്നത് എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ടായിരുന്നു കൂടുതൽ സംസാരിച്ചത്. പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ ദ സോൾ ദാറ്റ് സിന്നത്ത് ഷാൽ ഡൈ, അല്ലെങ്കിൽ പാപം ചെന്ന് ദേഹി മരിക്കണം എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥ തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ മാനവജാതിക്ക് പകരമായി തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും ദുഷ്ടമനുഷ്യരുടെ പ്രാണനും ആത്മാവും കടന്നു പോകേണ്ട പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു എന്നാണ് സങ്കീർത്തനം 118-3 തുടങ്ങിയ 6 വരെ വാക്യങ്ങൾ, 106 സങ്കീർത്തനം 3 വാക്യങ്ങൾ, 16 സങ്കീർത്തൻ്റെ 10 വാക്യം, അതുപോലെ തന്നെ എബ്രായ ലേഖനം 5-7 വാക്യം ഉദിക്കൊണ്ട് പറഞ്ഞത്. പിന്നീട് മനുഷ്യൻ എങ്ങനെ ഒബീഡിയൻസിലേക്ക് വരണം എന്ന കാര്യത്തെ കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം പാപപരിഹാരമായി തീർന്നതിന് ശേഷം എങ്ങനെയാണ് മനുഷ്യന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതിനെ കുറിച്ചുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25, 24, 25, 26 വാക്യങ്ങളിൽ ആസ്പദമാക്കിക്കൊണ്ട് കൃപയാലാണ്, അതായത് മനുഷ്യന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചതിന് ശേഷം തീർത്തും അവൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ആണ്. ഡിവൈൻ ലോ അനുസരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ്. അത് പഴയ നിയമത്തിൽ കൂടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അത് പ്രൂവ് ചെയ്തു എന്നും, അങ്ങനെ പുതിയ നിയമത്തിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് ഗ്രേസിലാണ്, കൃപയാലാണ്. അടുത്ത് പറയുന്നത് വിശ്വാസം മൂലം. അതാണ് റോമാലേഖനം 23-ാം അധ്യായത്തിൻ്റെ 24, 25 വാക്യങ്ങൾ പറയുന്നത്. കൃപയാൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. തുടർന്ന് അനുസരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അഴിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അതായത് യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ വിശ്വസിക്കുന്നവരെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ആ മാറ്റമില്ലാത്ത വ്യവസ്ഥ നിവൃത്തിയാകണമെങ്കിൽ എന്താണ്? ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്നത്, ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ അവനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള മാനവജാതിയുടെ ഫസ്റ്റ് ഉടമ്പടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ ഒബീഡിയൻസ്. എന്നാൽ ഡിസൊബീഡിയൻസിന് ശേഷം മനുഷ്യർ തിരിച്ച് അതേ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് റീകൺസിലേഷൻ നടക്കണമെങ്കിൽ ഒരു പ്രായശ്ചിത്തം നടന്നേ മതിയാകുള്ളൂ. ഇതാണ് യേശു ക്രിസ്തുവിനെ മറ്റ് മതസ്ഥാപിതർ, യേശു ക്രിസ്തുവിന് മതം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല, മറ്റു മതങ്ങളിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റാർക്കും തന്നെ ഈ പാപപരിഹാര യാഗമായി തീരാൻ സാധ്യമല്ല. പാപമില്ലാത്തവനായിരിക്കണം. അതാണ് പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകണമെന്ന് വിവരിച്ചത്. അങ്ങനെ മനുഷ്യൻ വീണ്ടും ഒബീഡിയൻസിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം അവൻ്റെ നേച്ചർ ഡിസൊബീഡിയൻസ് ആയിരിക്കെ, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഒരു ജഡം അവനെ വസിക്കുന്നിരിക്കെ അവന് വീണ്ടും ഒബീഡിയൻസിലേക്ക് തിരിച്ചു വരുവാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ഫ്രീ വില്ലിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്റ്റിനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ഓപ്ഷൻ തരും. നിർബന്ധത്താലല്ല, ഓപ്ഷൻ. നന്മ തിന്മ തിരിച്ചറിയാനും അതുപോലെ തന്നെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് നിത്യമായ ജീവനിലേക്ക് വളർന്നു വരാനുള്ള അവസരം കൃപ നമുക്ക് ലഭിക്കും. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു മുഖ്യ വിഷയമായിരുന്നത്. ഇന്ന് നമുക്ക് ഈ മനുഷ്യപുത്രൻ എന്ന വിഷയത്തിൽ എനിക്ക് കഴിഞ്ഞ വീഡിയോയുടെ ശേഷം ചില ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവശ്യമാണ്.
എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് ആ മനുഷ്യപുത്രൻ എന്നതിൻ്റെ ഡിവൈൻ നേച്ചർ അല്ലെങ്കിൽ അധികാരം എങ്ങനെയാണ് ആ പദത്തിലിരിക്കുന്നതെന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം അല്പം ആഴമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ക്രിസ്തുവുമായിട്ട് മറ്റ് റിലീജിയൻസിന് ഏറ്റവും വിരുദ്ധമായി നിൽക്കുന്ന വിഷയം. കാരണം അതിൻ്റെ ഇൻറ്റേർണൽ മീനിങ് അത്രമാത്രം ശ്രേഷ്ഠമായൊരു മീനിങ്ങാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ 1, 2, 3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അത് വളരെ പ്രാർത്ഥനയോടെ കൂടെ കേട്ട് നിങ്ങളത് ഗ്രഹിച്ചെടുക്കണമെന്ന് ഞാൻ ഓരോ ദൈവ പൈതലിനോടും ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തിലേക്ക് നാം കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. അത് 13-ാം അധ്യായം രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങൾ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. 14-ാം വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന് സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാണ്. ഇവിടെയാണ്, അതായത് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവന് എറ്റേണൽ കിങ്ഡം ലഭിക്കാൻ പോകുന്നതും മറ്റ് സകല സൃഷ്ടികളും അവൻ്റെ കാൽക്കീഴമാകുന്ന ഒരു വിഷയമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് സകല മനുഷ്യർക്കും അല്ലെങ്കിൽ സകല മതങ്ങൾക്കും പുറമേ പറയുന്നില്ലെങ്കിലും അധികാരത്തിൻ്റെ വിഷയത്തിൽ അത് ബേസ് കിടക്കുന്നത് ഈ അധികാരത്തിൻ്റെ വിഷയത്തിലാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോഹയ്ക്ക് ശേഷം അവൻ്റെ 3 മക്കൾ ജാഫത്ത്, ഹാം, ഷേം. ജാഫത്തും ഹാമും കൂടിയാണ് ദൈവം മനുഷ്യനെ ഭരിക്കുന്നതിന് പകരം ഒരു മാനുഷിക ഭരണകൂടത്തിൽ കൂടെ, ഒരു വ്യാജ മതത്തിൽ കൂടെ മുഴുവൻ മാനവ തലമുറയും ഭരിക്കുവാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അതിനെ വിളിക്കുന്ന പേരാണ് മിസ്റ്ററി ബാബിലോൺ. ഞാൻ പല ക്ലാസ്സുകളിൽ അത് പറയാറുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലാണ് അതിൻ്റെ ന്യായവിധി നടക്കുന്നത്. അപ്പോൾ ഇക്കാര്യം നാം ചിന്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ 2 വാക്യങ്ങളെ ആസ്പദമാക്കി ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലുള്ള പ്രൊഫസികളൊന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാനിതിൻ്റെ ക്ലാസ്സുകൾ പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. 2 ബാബിലോൺസ്, മിസ്റ്ററി ഓഫ് 2 ബാബിലോൺസ് റിവീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ക്ലാസ് ചെയ്യുകയുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഏകദേശം അത്ര കാര്യങ്ങളൊക്കെ തന്നെ ഈ ക്ലാസ്സിൽ കൂടി വിവരിച്ചു പോകും. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വിവരിച്ചു പഠിക്കത്തക്ക വേണം. 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പ്രൊഫസിയുടെ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് നെബൂഖദ്നേസർ രാജാവ് ഒരു വിഷൻ കാണുകയും ആ വിഷയത്തെക്കുറിച്ച് പുള്ളി വളരെ പരിഭ്രാന്തനായിരിക്കുന്ന സമയത്ത് അവിടുത്തെ മന്ത്രവാദികൾക്കും അഭിചാരന്മാർക്കും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് അവരുടെ മേൽ മരണത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്തുകയായിരുന്നു. ആ സമയത്താണ് ദാനിയേലിന് വിവരം അറിഞ്ഞുകൊണ്ട് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോയോട് കൂടെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതും അങ്ങനെ ആ വിഷൻ എന്താണെന്ന് പറയാതെ തന്നെ ദൈവം ആ വിഷനും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ചിത്രമാണ് ആദ്യത്തെ ചിത്രം. അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷനാണ് 7-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും പാരലായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരേ ചിത്രത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് വരുവാനുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന ഒരു ചിന്ത നെബൂഖദ്നേസർ രാജാവിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ അത്യുന്നതനായ ദൈവം തനിക്ക് വെളിപ്പെടുത്തിയ ഒരു വിഷനാണ് ഇക്കാര്യം പറയുന്നത്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ വരുവാനുള്ള രാജ്യത്വം എന്ന് പറഞ്ഞാൽ ബാബിലോണും അതിനുശേഷം വരാൻ പോലുള്ള ഹ്യൂമൻ കിങ്ഡംസിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് കൊടുത്തത്. 2-ലും ദാനിയേലിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിംബത്തിൻ്റെ വിഷയമാണ്. അതിൻ്റെ തല പൊന്നുകൊണ്ടുള്ളത്. എന്നാൽ 7th ചാപ്റ്ററിൽ സിംഹം, 2 ചിറകുള്ള ഒരു സിംഹത്തിൻ്റെ വിഷയമാണ്. 2 ബാബിലോണിയൻ കിങ്ഡത്തെ കാണിക്കുന്നു. എന്നാൽ അതിൻ്റെ നെഞ്ചും 2 കൈയുടെ ഭാഗത്തെയും കാണിക്കുന്നത് മെദോ പെർഷ്യ.
മെദ്യനും പേർഷ്യനും ചേർന്ന് അതുകൊണ്ട് 2 കരങ്ങൾ കാണിക്കുന്നത് അത് കരടിയുടെ ദൃശ്യനായിട്ട് 7th ചാപ്റ്ററിൽ വിവരിക്കുന്നു. എന്നാൽ അരയുടെ ഭാഗം താമ്രം കൊണ്ടുള്ളത് ഗ്രീസ് എംപയറിന് അതേ സമയത്ത് 7ാം അധ്യായത്തിൽ ലെപ്പേർഡിനെ 4 ചിറകുകൾ, അതായത് സ്വിഫ്റ്റായിട്ട് കിങ്ഡം ഡെവലപ്പ് ആവുന്ന ഗ്രീഷ്യൻ എംപയറിനെ കാണിക്കുന്നു. അതായത് ഫിലിപ്പ് രാജാവ് 2 സെക്കൻഡിന് ശേഷം അവൻ്റെ മകനായിരിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാസിഡോണിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബ് ആ ഏരിയ വരേക്കും വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്വിഫ്റ്റായിട്ട് തൻ്റെ സാമ്രാജ്യം സ്പ്രെഡ് ചെയ്യുകയുണ്ടായിരുന്നു. ഇതിനൊക്കെ നേരത്തെ തന്നെ ദാനിയേൽ പ്രവാചകൻ്റെ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം വരുന്നതാണ് കാലുകളുടെ ഭാഗം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. റോമൻസ് ഈസ്റ്റേൺ റോമും വെസ്റ്റേൺ റോമും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ 7th ചാപ്റ്ററിൽ പറയുന്നത് ഭൂമിയിൽ യാതൊരു മൃഗങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വണ്ണം ക്രൂരവും ഭയങ്കരം അതിഭയങ്കരമായ ഒരു മൃഗമായിട്ടാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആകാശത്തു നിന്ന് ഒരു കല്ല് കൈ തൊടാതെ കടന്നു വന്നിട്ട് ഈ ബിംബത്തിൻ്റെ കാൽപാദത്തിൽ അടിക്കും. ആ കാൽപാദം പറഞ്ഞ് പാതി കളിമണ്ണും പാതി ഇരുമ്പുമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അടിക്കുമ്പോൾ അത് തകർന്ന് തരിപ്പടമായിട്ട് ധൂളിയായിട്ട് ആകാശത്തിലെ കാറ്റുകൾ അതിനെ ധൂളിയായിട്ട് തൂത്ത് കളയുന്നത് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കിങ്ഡമും പോയതിനു ശേഷം ആ കല്ലൊരു മഹാപർവ്വതമായി തീരുന്നു. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് 7th ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മഹാപർവ്വതമായി തീരുന്ന, അതായത് ഈ മുഴുവൻ കിങ്ഡവുമായി തീരുന്ന കൈ തൊടാതെ വന്നിരിക്കുന്ന കല്ല് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണങ്ങളാണ് മുന്നോട്ട് കടന്നു പോകുമ്പോൾ വരുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ 7th ചാപ്റ്ററിൻ്റെ 13-14 വേഴ്സിലേക്ക് നാം ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വരുവാനുള്ള ആധിപത്യം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 10ാം അധ്യായത്തിൻ്റെ ക്യൂഷൻ്റെ ഭാര്യ സെമീറാമിസ് ബൈബിൾ പറഞ്ഞിട്ടില്ല, ഹിസ്റ്ററിയിൽ നമുക്കത് അറിയാൻ സാധിക്കും. അതിൻ്റെ പുത്രൻ നിമ്രോദ് അതായത് കൂഷിൻ്റെ മരണശേഷം ഈ സ്ത്രീ വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. ഇവൾക്ക് ഒരു ഡിവൈൻ റെവലേഷനുകൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ഇന്ന് അനേക മതങ്ങൾ ഈവൻ പെന്തിക്കോസ്റ്റിനകത്ത് പോലും കാത്തലിക്കിൻ്റെ കരിസ്മാറ്റിക്കകത്ത് മിക്കവാറും റിലീജിയനിൽ ഈ ഡിവൈൻ റെവലേഷൻ ഉണ്ടെന്നുകൊണ്ടും അതും പറഞ്ഞുകൊണ്ട് പ്രവചനം പറഞ്ഞ് മാനവജാതി ഭരിക്കുന്ന ഒരു പ്രവണതയുടെ ആരംഭം തുടങ്ങിയത് ഈ സെമീറാമിസ് എന്ന വേശ്യ സ്ത്രീയിൽ നിന്നായിരുന്നു. ഇത്തരം പ്രൊഫസി കൊണ്ട് നടക്കുന്നവർ വളരെ സൂക്ഷിക്കുക. ഇവൾ വിളിക്കുന്ന പേരാണ് വേശ്യകളുടെ മാതാവ് എന്ന് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെവല്യൂഷൻ കിട്ടിയെന്നും അവൾക്കൊരു ഡിവൈൻ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെടുത്ത് പറഞ്ഞു പരുത്തി സ്ലോവിലി ഇത് ഗ്രോ ചെയ്ത് കടന്നു വന്നു. അങ്ങനെ അതൊരു റിലീജിയനായിട്ട് ഫോമായി തരികയായിരുന്നു. അതിൽ പുരോഹിതന്മാരെ നിയമിച്ചു. അവർക്ക് കർമ്മേൽ പുരോഹിതന്മാരെന്നും സ്ത്രീകളിൽ നിന്ന് വരുന്നവരെ കർമ്മേൽ പുത്രിമാരെന്നും പിന്നീട് അവർ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായി തീരുകയും ഇങ്ങനെ ഈ കർമ്മേൽ പുരോഹിതന്മാരുടെ ലീഡർക്ക് പൊന്തീഫ് എന്ന സ്ഥാനപ്പേര് നൽകുകയും അതാണ് ഇന്ന് പോപ്പായിട്ട് വന്നിരിക്കുന്നതും. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററികളും ക്ലാസ്സുകളൊക്കെ പല ക്ലാസ്സുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ സബ്ജക്റ്റ് ചെയ്തല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അതിനുശേഷം ഈ ചർച്ച് ഈ ബാബിലോണിയൻ റിലീജിയൻ കടന്നു വന്നു. അങ്ങനെ അത് വളർന്നു വന്നു. അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ദാനിയേൽ പ്രവചനത്തിലെ ബാബേൽ സാമ്രാജ്യത്തിന് മുമ്പ് അസ്രീയ സാമ്രാജ്യമുണ്ടായിരുന്നു. ബാബേൽ സാമ്രാജ്യം, അതിനുശേഷം മെദോ പെർഷ്യൻസ്, ഗ്രീസ്, അതേ റോമൻ സാമ്രാജ്യം. അങ്ങനെ റോമൻ സാമ്രാജ്യത്തെ ആരും ലിറ്ററലായിട്ട് യുദ്ധം ചെയ്തോ മറ്റേ കീഴ്പ്പെടുത്തിയിട്ട് അത് കാണുന്നില്ല. അത് തന്നെത്താനെ പോവുകയായിരുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതാണ് ദൈവസഭ. അതാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്, ഭൂലോകത്തെ കീഴ്മേൽ മറച്ചവർ. ഇതേ സഭ ഇന്നുമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങളിൽ പ്രത്യക്ഷം വരുന്നവരേക്കും, അതായത് സഭയെടുക്കാൻ വരുന്നത് വരേക്കും ഈ ചർച്ച് ഇവിടെ ഭൂമിയിലുണ്ട്. അത് ഇന്ന് കാണുന്ന ഫിസിക്കൽ ചർച്ചകളല്ല, വ്യക്തികളാണ്. ദൈവരാജ്യത്തിൻ്റെ പടി നടക്കുന്നത് വ്യക്തികളിലാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും തന്നെ അതിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധ്യതയുണ്ട്. ഒരു പ്രത്യേക കഴിവുകളും വേണ്ട, ഒരു സമർപ്പണമാണ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ സാമ്രാജ്യങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ അനുവദിച്ചു കൊടുത്തു.
ഇന്നിപ്പോൾ നമ്മുടെ കൂടുതൽ രാജ്യങ്ങളിൽ ഡെമോക്രസി ഉണ്ട്. ഡെമോക്രസി തന്നെ മിക്കവാറും ആൾക്കാർക്ക് വിശ്വാസമില്ല. അതിനുശേഷം വരാൻ പോകുന്നതാണ് ഒരു ആൻറ്റി ക്രൈസ്റ്റ്. അങ്ങനെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ന്യായവിധി നടന്നതിന് ശേഷം, അതാണ് ഡാനിയേൽ പ്രവചന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിന് 9 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, 12 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ന്യായവിധി നടന്നതിന് ശേഷം ഇനി ദൈവത്തിൻ്റെ സകലത്തിൻ്റെയും അധികാരം, ഭരണാധികാരം ഈ മനുഷ്യപുത്രന് നൽകുന്ന, മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരിക്കും പ്യുവർ ഹ്യൂമൻ, അതല്ലെങ്കിൽ മോർട്ടൽ മാൻ എന്ന് പറയാം. ഈ ഒരു പേരെടുത്തുകൊണ്ട്, അതായത് ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിന് മനുഷ്യപുത്രൻ എന്നൊരു ടൈറ്റിൽ, ഇതൊരു ടൈറ്റിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, അവൻ്റെ പേരല്ല, ഒരു ടൈറ്റിൽ. ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 13-ാം വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതൊരു ടൈറ്റിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം സ്നേഹിതന്മാർ ഇവൻ പ്യുവർ മാൻ ആണ്, ദൈവമല്ലെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനുഷ്യരെ, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവർക്കും കൂടെ ഒരു പ്രചോദനം, ഒരു പരിജ്ഞാനമാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ക്ലാസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുക്കുന്നത്. ഇപ്പം മനുഷ്യപുത്രൻ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? മാനവജാതിയുടെ മേലുള്ള അധികാരം, ഒന്നാം മനുഷ്യനായ ആദാവിന് കൊടുത്തിരുന്ന അധികാരം ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലും മത്സ്യം, സകല ചരാചരത്തിന്മേലും വാഴുവാനുള്ളതാണ് മനുഷ്യനെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ. ആ പ്ലാനിൽ നിന്നാണ് മനുഷ്യനെ പരിശോധിക്കാൻ ഏൽപ്പിക്കുന്ന സമയത്ത് സേറ്റാനായവൻ മനുഷ്യന് കൊടുത്തിരുന്ന അധികാരം മനുഷ്യനാണ് ഒരു വ്യാജത്തിനു വേണ്ടി വിറ്റുകളഞ്ഞത്. ഫോർ എ ലൈ, സിമ്പിൾ ലൈ. എന്താണ്? തോട്ടത്തിലെ നന്മത്തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മത്തിന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെ ആകും എന്നുള്ള ഒരു ലൈക്ക് വേണ്ടി, ഒരു നുണയ്ക്ക് വേണ്ടി, ഒരു കള്ളത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തത്. എന്താ? ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരത്തിന്മേലും വാഴുവാനുള്ള മനുഷ്യനെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാനാണ് ഒരു സിമ്പിൾ ലൈ, കള്ളത്തിനു വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തത്. ഇന്ന് മനുഷ്യരിൽ ഇരിക്കുന്നതും, ഞാൻ പറഞ്ഞ സെമീറാമിസ് തുടങ്ങിയുള്ള സകല സ്ത്രീകൾ, സകല മനുഷ്യരിലും ഭരിക്കുന്നത്, അത് മതത്തിൽ കൂടെ, മനുഷ്യ നിർമ്മിതമായൊരു മതത്തിൽ കൂടെ മാനവജാതിയെ അടക്കി വാഴുക. ഇത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം മനുഷ്യനെ ഭരിക്കണമെന്നുള്ളതാണ്. ആ അധികാരത്തിലേക്കാണ് ദൈവത്തിനെ മനുഷ്യനായിട്ട് അവതരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നതാണ് ഈ മനുഷ്യപുത്രൻ. അപ്പോൾ ആ അധികാരം ശ്രദ്ധിച്ച് കേൾക്കണം. ആ അധികാരം, എറ്റേണൽ കിങ്ഡം, ഈ മനുഷ്യപുത്രന് നൽകുന്ന കാര്യമാണ് ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം പ്രൊഫസി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ വിവരണങ്ങളിലേക്കൊന്ന് കടന്നു പോകാനായിട്ട് നമ്മൾ ഹീബ്രു ബൈബിളിൽ തന്നെ ഈ ദാനിയേൽ പ്രവചന പുസ്തകം 13-14 വാക്യങ്ങൾ വായിക്കും. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെന്നറിയാം, എന്നാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ സെപ്റ്റാങ്ക്യു എന്ന് പറയും. അതിന് 13-14 വാക്യങ്ങളുണ്ട്. അതിൻ്റെയും ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ന്യൂ കിങ് ജെയിംസ് വെർഷൻ എന്നുള്ളതാണ്. ഞാനിത് നേരത്തെ വായിച്ചു. I was watching in the night vision, and behold, one like the Son of Man coming with the clouds of heaven. ശ്രദ്ധിക്കണ ഈ വാക്കുകളൊക്കെയും. One like the Son of Man coming with the clouds of heaven. ഇത് ഈ ശബ്ദം യേശു ക്രിസ്തു എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു വായിക്കുന്നത് പറഞ്ഞത്. He came to the ancient of days. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് He came to the ancient of days. അവിടെ ടു എന്നുള്ളത് മാറ്റിയിട്ട് ആക്ച്വലി ഗ്രീക്കിൻ്റെ ഓൾഡ് ഗ്രീക്ക് എന്ന് പറയും, നമ്മൾ പഠിക്കും. അത് അവിടെ കൊടുത്തിരിക്കുന്നത് He came as the ancient days എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ട് അത് മാറ്റി നമുക്ക് ഞാൻ വിവരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഈവൻ ഇസ്ലാം സഹോദരന്മാർ, സ്നേഹിതന്മാർ, ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ തലമുറകൾക്ക് അടുത്ത് വരുന്ന ജനറേഷൻ്റെ അടുത്തോ ഇത്തരം കാര്യങ്ങളായിട്ട് കടന്നു വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ആരാണ് ഇതെന്നുള്ളത്. ഈ മനുഷ്യപുത്രൻ എന്നുള്ളത് ആരാണെന്ന് നമുക്ക് തന്നെ വിശ്വാസം വർദ്ധിക്കാനിടയായിത്തരും, നമ്മുടെ ഫലം വർദ്ധിക്കാനിടയായിത്തരും, അവനിൽ ആശ്രയം വർദ്ധിക്കാനിടയായിത്തരും. ഇങ്ങനെയുള്ള ആശ്രയങ്ങൾ കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഗ്രഹിപ്പിക്കുന്നതും. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. And they brought him near before him. അടുത്ത് വായിക്കുന്ന വേഴ്സ് 14 പറയുന്നത്, then
To him was given dominion and glory and kingdom, that all people, nations and languages should serve him. ഇവിടെയാണ് മറ്റുള്ളവർക്ക് കുത്തുകൊള്ളുന്നത്. ഈ തച്ചന് ഭരണം കൊടുത്തിട്ട് ഞങ്ങൾ അവന് കീഴ്പ്പെട്ടിരിക്കണമോ? ജ്യൂസിനെ ഏറ്റവും പ്രകോപിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, his dominion is an everlasting dominion which shall not pass away, and his kingdom the one which shall not be destroyed. അത് മലയാളത്തിൽ നമ്മൾ വായിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് ചില വിവരണങ്ങൾ വായിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രയുടെ സദൃശമായി ഒരുത്തിന് ആകാശമേഖല വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. ദെൻ മലയാളം ഇംഗ്ലീഷ് 14 സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യം അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ഗ്രീക്ക് ഓജി എന്ന് പറയും, അല്ലെങ്കിൽ സെപ്റ്റാന്റിക് എന്നാണ് അതിനെ പറയുന്നത്. അതിൽ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് വൺ ലൈക്ക് എ സൺ ഓഫ് മാൻ, വൺ ലൈക്ക് എ സൺ ഓഫ് മാൻ അപ്രോച്ചിങ് ആസ് ദ ആൻഷ്യന്റ് ഓഫ് ഡേയ്സ്. അവിടെ ആസ് എന്ന കൺജക്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ടല്ല, ഇസ് ദ സെയിം. ആസ് ആൻഷ്യന്റ് ഓഫ് ഡേയ്സ് വാസ് പ്രസൻറ്റ് ഓർ came, suggesting identification or close linkage, while the later Theodosian version closer to Hebrew says the Son of Man came to the Ancient of Days, came to the Ancient of Days, distinguishing them a difference influenced early Christians' interpretations of Jesus as either or both figures. ഇവിടെ രണ്ട് ട്രാൻസ്ലേഷനിലും ഓജി, അതായത് ഓൾഡ് ഗ്രീക്കിനകത്തും ആസ് എന്ന് കൊടുക്കുമ്പോൾ ദ സെയിം പേഴ്സൺ. ഇവിടെ ആൻഷ്യന്റ് ഓഫ് ഡേയ്സ് മലയാളത്തിലാണെങ്കിൽ വയോധികൻ്റെ എന്ന് വാർത്തയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് എവർ ലാസ്റ്റിംഗ് ഗാഡ്. അല്ലെങ്കിൽ പ്രായം ചെന്നും അങ്ങനെ ഇതിലൂടെ ഈ കത്തോലിക്ക പള്ളികളുടെ ഡോമിലൊക്കെയും താടിയും മീശയും വെച്ച് വെളുത്ത താടിയൊക്കെ വെച്ചുകൊണ്ട് ഒരു ബിംബത്തൊക്കെ പടമൊക്കെ വരച്ചു വെച്ചിരിക്കും. ഇത് മനുഷ്യനെ വഞ്ചിക്കുന്ന വിഗ്രഹാരാധന എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിവിനോട് ഞാൻ പറയാം, അവിടെ ആൻഷ്യന്റ് ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ വയോധികൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എറ്റേണൽ ഗാഡ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഓൾഡ് ഗ്രീക്കിൽ ആസ് എന്ന് ഉപയോഗിക്കുമ്പോൾ, ആസ് സൺ ഓഫ് മാൻ ഉപയോഗിക്കുമ്പോൾ തിയോഡേഷ്യൻ എന്ന് ഉപയോഗിച്ചിരുന്ന, അതായത് അതിന് പറഞ്ഞിരിക്കുന്നത് അറാമിക് ലാംഗ്വേജുമാണത്. കാരണം അന്ന് കൂടുതലും ഇനി ദാനിയേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തുടങ്ങി 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വരേക്കും ഹീബ്രു ലാംഗ്വേജിലല്ല ഒറിജിനൽ എഴുതിയിരിക്കുന്നത്, അറാമിക് ലാംഗ്വേജിലാണ്. കാരണം ഈ മെസ്സേജ്, അതായത് ഈ കിങ്ഡങ്ങളെ ചേഞ്ചിനെ കുറിച്ചുള്ള മെസ്സേജ് ടോട്ടൽ വരുന്നത് ജെൻഡൈൽസിനുള്ളതാണ്. നെബുക്കദ്നേസറിൻ്റെ കിങ്ഡം തുടങ്ങി റോമൻ്റെ കിങ്ഡം, പിന്നെ റിവൈസ് റോം വരാൻ പോകുന്നു. അതിനുശേഷം 27-ാം വാക്യത്തിലാണ്, ചാപ്റ്റർ 7 27-ാം വാക്യത്തിലാണ് രാജ്യത്വം മനുഷ്യപുത്രനും അവൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന കാര്യം വരുന്നത്. വേഴ്സ് 28 വരെയും എഴുതിയിരിക്കുന്നത് അറാമിക്കിലാണ്. അതിനെ വിളിക്കുന്ന ഇവിടെ ആ തിയോഡിയൻ എന്ന് പറഞ്ഞാൽ ഹീബ്രു ലാംഗ്വേജിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തിനാണ് കാര്യം എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡിഫറൻഷിയേഷൻ, അതായത് ഈ വയോധികനായവൻ തന്നെ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഡേയ്സ് തന്നെ അല്ലെങ്കിൽ എറ്റേണൽ ഗോഡ് തന്നെയാണ് ഈ മനുഷ്യപുത്രൻ എന്ന് കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളടുത്ത് ആരെങ്കിലും വിശദീകരിക്കുമ്പോൾ ഞാൻ 2 ഇവിടെ കൊടുക്കുകയാണ്. ഓൾഡ് ഗ്രീക്കിൽ വെച്ചിരിക്കുന്നത് ഐ സോ വൺ ലൈക്ക് എ സൺ ഓഫ് മാൻ കമ്മിങ് ഓൺ ദ ക്ലൗഡ്സ് ഓഫ് ഹെവൻ and like the ancient of days, he was present. The same person, the Son of Man, as എന്ന് ഉപയോഗിക്കുമ്പോൾ the same person. This links the Son of Man with or as the ancient of days. Then Theodosian translation കൊടുത്തിരിക്കുന്നത് one like a son of man coming and he reached the ancient of days. Now it looks like 2 different personalities. ഇവിടെ പലരും ശ്രേഷ്ഠന്മാരെ, പല ദേവദാസന്മാർ പോലും ആ വയോധികൻ അല്ലെങ്കിൽ
ആൻഷ്യൻ ഡേയ്സ് പിതാവായ ദൈവമെന്ന് സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. അത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. ദൈവം എന്ന വാക്ക് ഉപയോഗിക്കാം, പിതാവ് എന്ന വാക്കോട് ഉപയോഗിക്കാൻ സാധ്യമല്ല. ദൈവം അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റേണൽ ഗാഡ്. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ മോർട്ടൽ മാൻ. ഈ വാക്കുകൾ ഇതിൻ്റെ വളരെ ശ്രേഷ്ഠമായ വാക്കുകളാണ്. ഇവിടെയാണ് ഈ റിലീജിയനിലെ കോൺഫ്ലിക്റ്റുകൾ കിടക്കുന്നത്. ഞാൻ അതിനൊന്ന് ബ്രേക്ക് ചെയ്യാനും, വിശ്വാസികൾ നിങ്ങൾ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, ആരാണ് നിങ്ങളുടെ കർത്താവ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന യേശു എന്ന് ആരാണ്, ഈ മറ്റു യേശുവിൻ്റെ ശക്തികളുമായിട്ടൊക്കെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിലോ ദുഷ്ടാത്മാക്കളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ തിയോഡേഷ്യൻ വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് വൺ ലൈക്ക് എ സൺ ഓഫ് മാൻ coming and he reached the ancient of days. That means a different personality. This presents two distinct figures, the son of man coming to God. Or father എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, to God. Then the old Greek, that is OG translation of Daniel 7:13, and like the ancient of days he arrived, significantly differed from the standard Aramaic Hebrew and later Theodosian version by identifying the one like Son of Man with the Ancient of Days, suggesting a messianic figure receiving divine authority, possibly due to early translators' understanding of the Aramaic or theological interpretation, not just a copy error. അതുകൊണ്ട് പലരും ഈ മുസ്ലിമിൽ കുറച്ചും കൂടി പരിജ്ഞാനമുള്ളവർ ഇത് നിങ്ങളുടെ ബൈബിളൊക്കെ പല പ്രാവശ്യം റിവിഷൻ ചെയ്തപ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും തെറ്റാണ് എഴുതിയിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പരിജ്ഞാനമില്ലെങ്കിൽ നമുക്ക് അവരുടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസം ആടി ഉലയും. ദുഷ്ടാത്മാക്കളുമായിട്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് വരുന്നവരെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല പ്രാവശ്യം കേൾക്കുക. നിങ്ങൾ ഇതിൻ്റെ ഈ പ്രസൻറ്റേഷൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ PDF ഫയൽ ഇടുന്നുണ്ട്. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും വായിക്കാം. ഈ കാര്യം നല്ലവണ്ണം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. സ്തോത്രം. Theodosian later was revised to align more with the Hebrew text, making the Son of Man arrive before the Ancient of Days, restoring the distinction between the two figures. അപ്പോൾ ദൈവം എന്ന പദവിയും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് അതായത് എറ്റേണൽ ഗോഡ് തന്നെ, നിത്യനായ ദൈവം തന്നെ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി, കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു നോക്കണം, മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനെ അവതരിച്ച് കന്യാജന്മത്തിൽ കൂടെ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അവതരിച്ച്, അതാണ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14 പറയുന്നത്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്യുവർ മാൻ അല്ലെങ്കിൽ മോർട്ടൽ മാൻ എന്നർത്ഥത്തിൽ അവൻ പാപപരിഹാരമായി തീർന്ന് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. അതായത് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാനവജാതിക്ക് ഒരു ഫ്രീ ഓഫർ, ഗ്രേസിന് ഒരു ഫ്രീ ഓഫർ തരികയാണ്. whoever believe in him shall be freely justified. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ അവനെ ധരിക്കുന്നവർ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് ഡിവൈൻ ജസ്റ്റിസ്, ഡിവൈൻ ഗവൺമെൻറ് കണക്കിടുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഈ ട്രാൻസ്ലേഷൻ ഡിഫറൻസിനെ എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾക്ക് ബലം വർദ്ധിക്കാനാണ്. സംശയം വരെ നിങ്ങൾ വിഴുവിട് വായിച്ചു നോക്കണം. ഇത് ടെക്സ്റ്റ്, and one like the Son of Man came to the Ancient of Days. Interpretation maintains two distinct figures, the Ancient of Days, that is God, and the Son of Man, a chosen empowered figure who approaches. ഇവിടെയാണ് ഈ മനുഷ്യപുത്രൻ പാപം ക്ഷമിക്കാൻ അധികാരമുണ്ട്. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ കൂടെ വരുന്നു, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റ് ജാതികൾക്ക്, പ്രത്യേകിച്ച് യഹൂദന്മാരെ ചോട്ടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ മനുഷ്യപുത്രൻ എന്ന ടൈറ്റിൽ പല പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്ന
പദവിയുടെ ഒരു PDF ഫയലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാം. പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിലുണ്ട്. പുതിയ നിയമത്തിൽ മാത്രം ഞാൻ ഇട്ടിരിക്കുന്നു യേശു ക്രിസ്തു അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ മനുഷ്യപുത്രൻ എന്ന ആ പദവി യൂസ് ചെയ്തിരിക്കുന്ന പേരുകൾ ഞാനൊരു PDF ഫയൽ ഇടുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു വരുന്നത്, വൈ തിയോഡേഷ്യൻ ചേഞ്ച്ഡ് ഇറ്റ്. തിയോഡേഷ്യൻസ് വേർഷൻ ഈസ് കൺസിഡേർഡ് a revision of old Greek, aiming for Greek accuracy to the Hebrew or Aramaic source. The origins, that means old Greeks, unique merging of the figures was likely seen as problematic or unfaithful to the original text by later translators, leading Theodosian to restore the clearer two-figure version found in the Hebrew tradition, which became the basis for the most later biblical text. ഞാൻ വീണ്ടും ഇതിനെ ഈ ട്രാൻസ്ലേഷൻ സബ്ജക്റ്റിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി അല്ല. അങ്ങനെയാണെങ്കിൽ ഡ്യുവാലിറ്റി ആയി തീരും, ബഹുദൈവ വിശ്വാസമായി തീരും. നമ്മൾ ഏകദൈവ വിശ്വാസം തന്നെയാണ് അക്കോർഡിംഗ് ടു ഡ്യൂട്രോണോമി ചാപ്റ്റർ 6:4 പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ദൈവം, യഹോവ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷിൽ LORD എന്ന് ക്യാപിറ്റൽ എഴുതുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ യാഹ്വേ. ദൈവം എന്ന് പറഞ്ഞാൽ എലോഹിം. അത് മനുഷ്യമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിയേഷനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. അത് പ്ലൂറലായിട്ടാണ് എഴുതിരുന്നത്. യാഹ്വേ, യഹോവ എന്ന് പറയുമ്പോൾ യാഹ്വേ. മോശയ്ക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പേര്. അപ്പോൾ ദൈവം അവിടെ വയോധികൻ എന്ന് പറഞ്ഞ പിതാവായ ദൈവമല്ല, ദൈവം, ദ എറ്റേണൽ ഗോഡ്, നിത്യനായ ദൈവം. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ മനുഷ്യരുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി മനുഷ്യനായിട്ട്, മനുഷ്യരെപ്പോലെ മനുഷ്യ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി അവതരിച്ച്, പാപമില്ലാത്തവനായി അവതരിച്ച്. അതുകൊണ്ടാണ് കന്യാജന്മത്തെക്കുറിച്ച് പറയുന്നത്, സ്ത്രീയിൽ നിന്ന് വരുന്നവനായിട്ട് പറയുന്നത്. പാപത്തിന് പരിഹാരമായി തിരുത്തക്കവണ്ണം, അതായത് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫൈ തിരുത്തക്കവണ്ണം മാനവജാതിയുടെ മേലുള്ള ശിക്ഷ, മരണമെന്ന ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് അവർക്ക് പകരക്കാരനായി മരിച്ചു. ഇതാണ് ബൈബിളിൻ്റെ ക്രീമായ ഒരു കാര്യം. ഉയർത്തെഴുന്നതിന് ശേഷം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അവൻ സാക്ഷാൽ ദൈവപുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ. അപ്പോൾ ഈ മനുഷ്യപുത്രൻ എന്ന പദവി ഇവിടാണ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേക സ്ഥലങ്ങളിൽ ക്ലെയിം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഭൂമിയിൽ പാപം ക്ഷമിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഒട്ടനെ സ്ക്രൈബ്സിനും കോപമായി തീർന്നു. ദൈവം ഒഴികെ വേറെ ആരാണ് പാപം ക്ഷമിപ്പാൻ അധികാരമുള്ളവൻ? അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ അത്രമാത്രം വിശ്വസിക്കുന്നതാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ എന്ന് പറഞ്ഞ അധികാരം, ദ വേൾഡ് ക്രിയേഷൻ മേലുള്ള അധികാരം കിട്ടാൻ പോകുന്ന വ്യക്തിയാണ് ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു മനുഷ്യനല്ല. അപ്പോൾ അവരുടെ റിലീജിയൻ, ഓരോ റിലീജിയനും അവൻ പിടിച്ചിരിക്കുന്നത് അവൻ്റെ വലിയ കഴിവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അവരുടെ മുഹമ്മദിനെ പ്രവാചന വൃത്തി കാണിക്കാൻ വേണ്ടി യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ടോ ഒരു സാധാരണ പ്രവാചകനായിട്ട് തരം താഴ്ത്താൻ പോകുന്നത്. ആരെങ്കിലും മുസ്ലിം സ്നേഹിതന്മാർ ഇത് കാണുകയാണെങ്കിൽ അവരോട് പറയുകയാണ്, ഹൂ ഈസ് ദിസ്? ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ആരാണ്? ദി എറ്റേണൽ ഗാഡ്, വീരനാം ദൈവം എന്നാണ് യെശയ്യാവ് 9:6 പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അവിടെ മനുഷ്യൻ എന്നല്ല ദൈവം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ കീ, ഈ രണ്ട് വാക്യത്തിൻ്റെ കീ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ. ഹ്യൂമാനിറ്റിയിൽ ഇൻ ഹീബ്രു ബെൻ ആദം ലിറ്ററലി മീൻസ് സൺ ഓഫ് ആദം അല്ലെങ്കിൽ മോർട്ടൽ മാൻ. ഇതിൻ്റെ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഞാനിവിടെ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 13-ാം വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. ഐ വാസ് പെർസീവിങ് ദ വിഷൻസ് ഓഫ് ദ നൈറ്റ് ആൻഡ് ബിഹോൾഡ് വിത്ത് ദി ക്ലൗഡ്സ് ഓഫ് ഹെവൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ലൗഡ്സ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളോടുകൂടെ വരുന്ന കാര്യമൊക്കെ എടുത്തു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക.
with the clouds of heavens, one like a son of mortal എന്ന് എഴുതിയിരിക്കുന്നത്. സൺ ഓഫ് മാൻ എന്നല്ല, സൺ ഓഫ് മോർട്ടൽ. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബെൻ ആദം എന്ന ഹീബ്രു പദം, ഗ്രീക്ക് ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് ബെൻ ആദം എന്നാണ്. സൺ ഓഫ് മോർട്ടൽ വാസ് അറൈവിങ്. ഹി കെയിം unto the transferer of days. Ancient of days എന്നെഴുതിയിരിക്കുന്നത് transferer of days. And they brought him near before him. Then verse 14, to him was granted jurisdiction and esteem and a kingdom, that all peoples and leagues and languages groups shall serve him. His jurisdiction is an union jurisdiction that shall not pass away, and his kingdom shall not be confined. ഇത് ആസ്പദമാക്കിയിട്ടാണ് ഈ അധികാരം താനാണ് ഈ മനുഷ്യപുത്രൻ എന്നാണ് യേശു ക്രിസ്തു ക്ലെയിം ചെയ്തത് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ. അതിനകത്ത് ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടത്, മറ്റു മതവിഭാഗങ്ങൾക്ക് മനസ്സിലാകാത്തതും ഇവർ ക്രിസ്ത്യാനിറ്റിയോട് മത്സരിക്കുന്നതും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന് ക്രിസ്തുവിനെ കുറിച്ചതുപോലെ കൊല്ലുവാൻ നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് സേറ്റാൻ ഒട്ടും സഹിക്കുന്നതല്ല. കാരണം മനുഷ്യന് നൽകിയിരിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കുക, ആകാശത്തിലെ പറവജാതി സമുദ്രത്തിലെ മത്സ്യം സകല ചരാചരമേൽ വാഴുവിൻ എന്ന അധികാരം മനുഷ്യന്മേലുള്ളതാണ്. ഈ അധികാരത്തെയാണ് തൻ്റെ വഞ്ചന കൊണ്ട് സേറ്റാൻ അവൻ പിടിച്ചെടുത്തത്. ഈ അധികാരത്തെ തിരിച്ചെടുത്തുകൊണ്ട് മനുഷ്യനെ ഭരമേൽപ്പിക്കുവാനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ സേറ്റാൻ വളരെ തന്ത്രപൂർവം ഇതിന് എഗൈൻസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇത് പ്രസംഗിക്കുന്നവരെ പഠിപ്പിക്കുന്നവരെ കൊല്ലാൻ നോക്കുന്നത്. ഇതിനോടൊക്കെ ഞാൻ മത്സരിച്ചിട്ടാണ് ഇത്തരം ക്ലാസ് റിലീസ് ചെയ്യുന്നത്. 1 John chapter 3:9 പറഞ്ഞിരിക്കുന്നത്, സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അതായത് മനുഷ്യന്മേൽ കൊടുത്തിരുന്ന അധികാരത്തെ ഒരു സിമ്പിൾ ലൈക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അവൻ്റെ കയ്യിലായി. മാനവജാതിയുടെ സകല മേലുള്ള അധികാരം, അല്ലെങ്കിൽ ഭൂമിയുടെ മേലുള്ള അധികാരം അവൻ്റെ കയ്യിലായി തീർന്നു. ഈ അധികാരത്തെയാണ് യേശു ക്രിസ്തു ക്രൂശിൽ ജയിച്ചത്. ആ അധികാരം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഉയർത്തത്തിന് ശേഷം പറയുന്നത്, സ്വർഗത്തിലും ഭൂമി സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏകദേശം മനസ്സിലായി തോന്നുന്നു. മറ്റൊരു കാര്യം, ലൂസിഫറിൻ്റെ കയ്യിലുള്ള അധികാരം, അവൻ ദൈവത്തിൻ്റെ നല്ലൊരു കരൂപമായിരുന്നു, ദൈവത്തിൻ്റെ അന്വേഷണം മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അവനെയും പരിശോധിക്കുന്ന സമയത്ത് അവർ ഇതേപോലെ തന്നെ ദൈവത്തോട് മത്സരിക്കുന്നവനായി തീർന്നു. ഞാൻ അത്യുന്നതനോട് സമനായിത്തീരും എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വളർന്നു. ദൈവം അവനെ ശിക്ഷിച്ചു. അവൻ്റെ മേളിൽ കൊടുത്തിരുന്ന അധികാരവും സേറ്റാനായവൻ്റെ കയ്യിലാണ്. ഈ രണ്ട് അധികാരങ്ങളെയാണ് യേശു ക്രിസ്തു ക്രൂശിൽ ജയിക്കുന്നത്. അധികാരം മുഴുവനും പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ സേറ്റാനിക് കിങ്ഡത്തോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് അതോറിറ്റി കിട്ടുന്നത്. കർത്താവ് മത്തായി 28:18 പറയുന്നത്, സ്വർഗത്തിലും ഭൂമി സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ therefore പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാൻ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുകയും. നമ്മുടെ ഡോക്ടറിന് അതല്ല, നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ലാത്തോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അധികാരത്തിൻ്റെ എക്സ്ചേഞ്ച് അങ്ങനെ നടക്കുന്നു എന്ന കാര്യം എന്തുകൊണ്ടാണ് ഈ സത്യസുവിശേഷത്തോട് മറ്റു മതവിഭാഗങ്ങൾ എതിർത്തു നിൽക്കുന്നതിൻ്റെ ബേസ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എന്താണെന്ന് അല്പമായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് വീണ്ടും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു പോകാം. അങ്ങനെ അപ്പോൾ ഒന്ന് ഹ്യൂമാനിറ്റിയുടെ വിഷയം പറഞ്ഞു വന്നു. ഇറ്റ് മസ്റ്റ് ബി എ മോർട്ടൽ മാൻ. എന്തിനു വേണ്ടിയാണ്? പാപപരിഹാരമായി തീരണം. മറ്റൊന്ന് ഡിവൈൻ അതോറിറ്റി. ഡാനിയൽ സുവിശേഷൻ ഡിസ്ക്രൈബ്സ് വൺ ലൈക്ക് സൺ ഓഫ് മാൻ കമ്മിങ് ഓൺ ക്ലൗഡ്സ് ടു റിസീവ് എവർലാസ്റ്റിംഗ് ഡൊമിനിയൻ ഫ്രം ഗാഡ്. എ ക്ലിയർ റെഫറൻസ് ടു മെസ്സിഹ. ഇവിടെയാണ് ജൂസ് വളരെ ശക്തിയോടുകൂടി എതിർത്ത് നിന്നത്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കും. ഓക്കെ, ദെൻ Jesus' self-designation. Jesus used the Son of Man more than any other title, connecting himself to Daniel's prophecy. ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത്. സഫറിങ് ആൻഡ് സാൽവേഷൻ. അപ്പോൾ എങ്ങനെ അതുവരെ കിട്ടുന്ന മാനവജാതി പാപത്തിന് അടിമത്തത്തിലാണ്.
അവരുടെ മേൽ അധികാരം നടത്തുന്നത് അനുസരണക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനാണ്. സേറ്റാനായി അവരുടെ ഹെഡ്ഷിപ്പ്. അവിടെ ഹ്യൂമൻ ഹെഡ്ഷിപ്പ് ആദാമായിരിക്കുന്ന സമയത്ത് അവരുടെ സ്പിരിച്വൽ ഹെഡ്ഷിപ്പ് ദൈവമായിരുന്നതിന് പകരം അത് എക്സ്ചേഞ്ച് ആയിട്ട് സേറ്റാനായിപ്പോയി. ഇതാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. ഇതിനാണ് സത്വാർത്ത അല്ലെങ്കിൽ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഞാൻ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. The messianic title. It was a powerful world way for Jesus to claim messianic identity, especially when he identified as the Son of Man before Caiaphas. ആ വാക്യം നമ്മൾ വായിക്കും. Leading to his condemnation for blasphemy due to his divine connotations. അത് ചിന്തിക്കും. പ്രധാന അർത്ഥങ്ങൾ ഞാൻ മലയാളത്തിൽ കൂടെ ഒന്ന് വിവരിക്കാം. ഇംഗ്ലീഷ് അത്ര പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. മനുഷ്യത്വം എബ്രായ ഭാഷയിൽ ബെൻ ആദം എന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ആദാമിൻ്റെ മകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മർത്യനായ ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് എവിടെയെല്ലാം യേശുക്രിസ്തു ക്ലെയിം ചെയ്യുമ്പോൾ അവിടെയെല്ലാം മോർട്ടൽ മാൻ, മർത്യനായ അല്ലെങ്കിൽ മരണയോഗ്യമായ ശരീരമുള്ളവൻ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. ദൈവം പലപ്പോഴും എഗസ്കേലിനെ ഈ രീതിയിൽ അതിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സ്നേഹിതന്മാർ ഈ എഗസ്കേൽ പ്രവചനത്തിലും മനുഷ്യപുത്രൻ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് നിങ്ങളുടെ യേശു മനുഷ്യനാണ്. യെസ്, മനുഷ്യനാണ്. നമ്മൾ സമ്മതിക്കുന്നു. ബേസിസ് ഇതില. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോകണം, യെശയ്യാ പ്രവചനത്തിലേക്ക് പോകണം. 7:14, 9:6 വായിക്കണം. മത്തായി സുവിശേഷം 1:23 ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇതെല്ലാം വിവരിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കാൻ ദൈവകൃപ കൊടുത്ത കണ്ണ് തുറക്കും. അവരുടെ ആത്മരക്ഷ പ്രാപിക്കാനിടയായിത്തീരും. ഈ രീതിയിൽ അതിസംബോധന ചെയ്തു. ജീവിതം, വിശപ്പ്, കഷ്ടപ്പാടുകൾ എന്നിവ അനുഭവിക്കുന്ന തൻ്റെ മനുഷ്യ സ്വഭാവം എടുത്തു കാണിക്കാൻ യേശു ഇത് ഉപയോഗിച്ചു. അടുത്തത് ദിവ്യ അധികാരം അല്ലെങ്കിൽ ഡിവൈൻ നേച്ചറിനെ കുറിച്ച് പറയും. ദൈവത്തിൽ നിന്ന് നിത്യമായ ആധിപത്യം സ്വീകരിപ്പാൻ മേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ എന്ന് ദാനിയേലിൻ്റെ ദർശനം വിവരിക്കുന്നു. മറ്റൊന്ന് യേശുവിൻ്റെ സ്വയം പദവി. മറ്റേതൊരു സ്ഥാനപ്പേരിനേക്കാളും യേശു മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചു. ദാനിയേലിൻ്റെ പ്രവചനവുമായി തന്നെ ബന്ധിപ്പിക്കുകയും അധികാരം അവകാശപ്പെടുകയും ചെയ്തു. ഉദാഹരണങ്ങൾ: പാപങ്ങൾ ക്ഷമിക്കുവാൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചു, ഭൂമിയിൽ പാപം ക്ഷമിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ശബത്തിൻ്റെ കർത്താവായിരിക്കുക. കഷ്ടപ്പാടും രക്ഷയും. യേശു ഈ പദം തൻ്റെ കഷ്ടപ്പാടിനും പ്രായശ്ചിത്ത മരണത്തിനും, ഉദാഹരണം തൻ്റെ ജീവൻ ഒരു മറവിലയായി നൽകി ന്യായവിധിയിലേക്കുള്ള ഭാവി തിരിച്ചുവരവിനും ബാധകമാക്കി. മെഷിയ അല്ലെങ്കിൽ മെഷിയാനിക് തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത് യേശുവിൻ്റെ മെഷിയാനിക് സ്വത്വം അവകാശപ്പെടുവാനുള്ള ശക്തമായ മറഞ്ഞിരിക്കുന്ന ഒരു മാർഗമായിരുന്നു അത്. പ്രത്യേകിച്ച് കയ്യാഫാവിൻ്റെ മുമ്പാകെ മനുഷ്യപുത്രനായി തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ദിവ്യ അർത്ഥങ്ങൾ കാരണം ദൈവദൂഷണത്തിന് ശിക്ഷാവിധിയിലേക്ക് നയിച്ചപ്പോൾ. ആ ബാക്കി നമുക്ക് കുറച്ചുകൂടി വിവരിക്കാം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ ചില പ്രൊഫസികളെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പ്രൊഫസികൾ ചിന്തിച്ചതിന് ശേഷം ആദ്യം തന്നെ ഈ മനുഷ്യപുത്രൻ എന്ന വിഷയത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചിരുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം വായിച്ചത് 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. മറ്റൊന്നാണ് ഏറ്റവും ആദ്യത്തെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിന്റെ തലയെ തകർക്കും. ദാറ്റ് മീൻസ് ദ സൺ ഓഫ് വിർജിൻ, കന്യാജന്മത്തെക്കുറിച്ചുള്ള വിവരണം. ദെൻ യെശയ്യാ പ്രവചനം 9:6-7 ഞാൻ പറഞ്ഞിരുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ഇതെല്ലാം ശ്രദ്ധിക്കണം. ആധിപത്യം എവിടേക്കാണ് റെഫർ ചെയ്യുന്നത്? ദാനിയേൽ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക്. നിത്യാധിപത്യം അവന് ലഭിക്കും. വിത്ത് ദ ഗവൺമെൻറ് ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് വീരനാം ദൈവം, അത്ഭുത മന്ത്രി, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ദെൻ യെശയ്യാ 52:14 വാക്യം ഞാൻ മലയാളത്തിൽ കൂടെ എഴുതിയിരിക്കുകയാണ്. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറി വിരൂപമായിരിക്കും കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അപ്പോൾ അവൻ്റെ മനുഷ്യത്വത്തിലും അവൻ്റെ സഫറിങ്ങിനെ കുറിച്ചും നേരത്തെ തന്നെ യെശയ്യാ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. ഈ ഇസ്ലാം സഹോദരന്മാർ അല്ലെങ്കിൽ മുസ്ലിം സ്നേഹിതന്മാർ എപ്പോഴും നിങ്ങളുടെ ബൈബിള് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് എഴുതിയതാണ്, മനുഷ്യനിർമ്മിതമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മതം സ്ഥാപിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, ഇത് പല പ്രാവശ്യം കറക്ഷൻസ് വന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ചിലതിനെ മറയ്ക്കാൻ വേണ്ടി, അത് അവരുടെ വശത്തുള്ള കുറ്റത്തെ മറയ്ക്കാൻ വേണ്ടി
അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തിലുള്ള കറപ്ഷനെ മറയ്ക്കുവാൻ വേണ്ടി സത്യത്തെ തെറ്റാണെന്ന് പറയാം. സേറ്റാൻ ചെയ്തത് ഇത് തന്നെയാണ്. സേറ്റൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഏതും തോട്ടം തുടങ്ങി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. Then Numbers chapter 24 verse 17, a star will come out of Jacob. യാക്കോബിൽ നിന്ന് നക്ഷത്രത്തിൻ്റെ a scepter will rise out of the Israel. നമുക്കറിയുന്ന വാക്യങ്ങളാണ്. പുതിയ നിയമത്തിൽ ജീസസ് സഫറിങ് ആൻഡ് ഡെത്ത്, ജീസസ് ഫ്രീക്വൻ്റ്ലി യൂസ് ദ സൺ ഓഫ് മാൻ ടു റെഫർ ടു ഹിംസെൽഫ്, എംഫസൈസിങ് ഹിസ് മിഷൻ ടു സഫർ, ബി റിജക്റ്റഡ്, ഡൈ ആൻഡ് റൈസ് അഗെയിൻ. മാത്യു 16:21 പറഞ്ഞിരിക്കുന്ന കാര്യം അത് മാർക്കോസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ വീഡിയോ അത്ര ഷോർട്ടാക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡായിട്ട് സംസാരിക്കുന്നതും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ഡിവൈൻ അതോറിറ്റി, ഹി ക്ലെയിംഡ് പവർ ടു ഫോർഗിവ് സിൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ 5:27 പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിപ്പാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു. ജോൺ 5:27 പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിപ്പാനുള്ള അധികാരവും ലഭിച്ചിരിക്കുന്നു. അവിടെ മനുഷ്യപുത്രനാകിയാൽ എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലുള്ള സകല നേച്ചേഴ്സും അവനുണ്ട് ആസ് എ ഹ്യൂമൻ ഇൻ ഹ്യൂമാനിറ്റി. അതിരിക്കെ തന്നെ പാപം അറിയാത്തവനായി എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ സകല പരിശുദ്ധികളിൽ കടന്നുപോയെങ്കിലും യെറ്റ് ഹി നെവർ സിൻഡ്. അപ്പോൾ നമുക്ക് ബലഹീനത കൊണ്ട് പാപം ചെയ്തു എന്ന് പറയാൻ എക്സ്ക്യൂസ് ഇല്ല. ഈ നമ്മെപ്പോലുള്ള സകല ബലഹീനത വശങ്ങളിൽ കൂടെ കടന്നു പോയിട്ടാണ് അവൻ നമ്മൾ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ ആയത്, രക്ഷാ നായകനായി തീർന്നത്. അപ്പോൾ അവരിൽ ആശ്രയിക്കുന്ന ഒരുവന് ഈ ബലഹീനതകളൊക്കെയും തന്നെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിപ്പാൻ അധികാരമുണ്ട്. എൻ്റെ ബലഹീനതയിലാണ്, എൻ്റെ കഴിവുറവാടാണ്, സ്ലിപ്പാണ്, നോ എക്സ്ക്യൂസ്. നീ ക്രിസ്തുവിൽ ഉയർത്തെന്നിട്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചില്ല എന്ന് സമ്മതിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. Then glorious return, Jesus predicted his return coming in the clouds with great power and glory to gather his elect. Mark 30:26 അറിയുന്ന വാക്യങ്ങളാണ്. എഗസ്കേസ് ടൈറ്റിൽ, ദ ടൈറ്റിൽ സൺ ഓഫ് മാൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. എസെക്കിയേലിന്റെ പുസ്തകം വായിച്ചാൽ അവിടെയൊക്കെയും എസെക്കിയേലിനെ വിളിച്ചിരിക്കുന്നത് മനുഷ്യപുത്ര എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ പഴയ നിയമത്തിൽ കുറച്ച് വാക്യങ്ങൾ ഞാൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പുതിയ നിയമത്തിൽ ഇനി നമുക്ക് വരാൻ പോകുന്നത് ഏകദേശം കൺക്ലൂഷനിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എടുത്തു പറഞ്ഞതും അപ്പോസ്തലന്മാർ എടുത്തു പറഞ്ഞതുമായിട്ടുള്ള മനുഷ്യപുത്രന് ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് കോട്ട് ചെയ്യാണ്. അതിന് ചില സ്ഥലങ്ങളിൽ വിവരിക്കാൻ ആവശ്യമുള്ളിടത്തുനിന്ന് വിവരിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു മാത്യു 9:6 പാപക്ഷമിപ്പാനുള്ള അധികാരം. ബട്ട് that ye may know that the Son of Man hath power on earth to forgive sins. കഴിഞ്ഞൊരു ക്ലാസ് ഒരു എപ്പിസോഡ് മുഴുവനും അത് തന്നെയായിരുന്നു. ആരെങ്കിലും പുതുതായിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ അതിന് താഴെ ഇടാം, നിങ്ങൾക്കത് കാണാം. 2 ദിവസം മുമ്പാണ് റിലീസ് ചെയ്തത്. മാത്യു 12:8 പറഞ്ഞിരിക്കുന്നത് ഫോർ സൺ ഓഫ് മാൻ ഇസ് എ ലോർഡ് ഈവൻ ഫോർ ദ ശബത്ത് ഡേ. ശബത്തിനെ കുറിച്ചുകൊണ്ട് ഒരു വിവരണം ചെയ്യുമ്പോൾ, നിങ്ങൾ ശബത്തിൽ നീ വേല ചെയ്യുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നുന്നു, ശബത്തിൽ പക്ഷപാതക്കാരോട് കിടത്തി കിടക്കാൻ പറയുന്നു, ശബത്തിൽ യാതൊരു വേലയും ചെയ്യരുതെന്നാണ് കൽപ്പന പറഞ്ഞിരിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ ലംഘിക്കുന്നത്? അവിടെ ലിറ്ററൽ മീനിങ്ങും ദൈവവചനത്തിൻ്റെ ലിറ്ററൽ മീനിങ്ങും സ്പിരിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ കർത്താവ് പറയുകയാണ്. ലിറ്ററൽ മീനിങ് ആസ് ഇറ്റ് ഈസ് ചെയ്യുവാൻ, അതിന് ലിറ്ററൽ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരാം, പക്ഷേ സ്പിരിറ്റിന് യാതൊരു കാരണവശാലും ചേഞ്ച് വരാൻ പാടില്ല. അപ്പോൾ സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഡു ഗുഡ്. നിൻ്റെ കാളയോ കഴുതോ ആടോ കിണറ്റിൽ വീണാൽ നീ ശബത്ത് തീരാൻ കാത്തിരിക്കുമോ? നീ വേല ചെയ്തിട്ടല്ലേ അതിനെ വലിച്ചു കയറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 18 സംവത്സരമായി ഹൂരിയായിരിക്കുന്ന സ്ത്രീ, തളർവാദ രോഗി, വിശന്നപ്പോൾ ആ കതിര് പറിച്ചു തിന്നത് ശബത്തിൻ്റെ ലഗ്നമാണോ? ഡു ഗുഡ് എന്ന കാര്യം. ഓക്കെ, അവിടെ നാം വിവരിക്കുന്ന സബ്ജക്റ്റ് അല്ല. മാത്യു 12:40 യോനയുടെ കാര്യം പറയുമ്പോൾ അവിടെ മനുഷ്യപുത്രനെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ യോന ആസ് 3 days and 3 nights. മലയാളം ട്രാൻസ്ലേഷനിൽ 3 രാവും 3 പകലും എന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഡേ എന്നാണ് ആദ്യം വന്നിരിക്കുന്നത്. മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ആയിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. തൻ്റെ മരണത്തിന് ശേഷം, അടക്കത്തിന് ശേഷം
താൻ എപ്രകാരം ആയിരുന്നു 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് യോന ഒരു ടൈപ്പായി തരുന്നത്, ഒരു നിഴലായിരിക്കുന്നത്. ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി പോയാൽ നല്ലതായിരിക്കും. യോന കടലാനയുടെ ഉള്ളിൽ മരിച്ചിരുന്നോ ജീവിച്ചിരുന്നോ? ഈ പ്രൊഫസിയെ ആസ്പദമാക്കി ഒന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ വേണമെങ്കിൽ അത് മലയാളത്തിൽ വായിക്കാം. മാത്യു 12:40. ഞാൻ അനേക ക്ലാസ്സുകളിൽ കൂടെ പലരോടും ചോദിക്കുമ്പോൾ ഒരു ക്ലിയർ ആൻസർ അവർക്ക് പറയാൻ പറ്റില്ലായിരുന്നു. 12:40, മാത്യു 12:40. കിങ് ജെയിംസ് വെർഷനാണ് ഇംഗ്ലീഷിലുള്ളത്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും. ആ രാത്രി എന്നുകൊണ്ട് ആദ്യം വരുന്നത് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത്. നിഴലായിരിക്കുന്ന പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിന് സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. ഒരു സ്ഥലത്ത് രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ അല്ലെങ്കിൽ 3 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു പറഞ്ഞില്ല. സൂര്യൻ അസ്തമിക്കുന്നത് സന്ധ്യയ്ക്കാണ്. അതിനാണ് സന്ധ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? രാത്രിയാണ്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് 3 രാവും. രാത്രി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ പകൽ, പിന്നെ രാത്രി, പിന്നെ പകൽ. 3 രാത്രി, 3 രാത്രികളും 3 പകലുകളും. കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മനുഷ്യപുത്രൻ എന്നാണ്, 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അങ്ങനെയാണെങ്കിൽ യോന കടലാനയുടെ വയറ്റിൽ മരിച്ചിരുന്നോ ജീവിച്ചിരുന്നോ? ഉപമ ഒന്നിനോടൊന്ന് സാദൃശ്യം വന്നാൽ ഉപമയാവുന്നത്. ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. കാര്യം സംശയമുള്ളവരുണ്ടെങ്കിൽ കമൻസിൽ എഴുതിയാൽ മതി, ഇനി ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ യോനയുടെ കാര്യം നമ്മൾ ചിന്തിച്ചു. Then Matthew 28, Behold, we go up to Jerusalem, and the Son of Man shall be betrayed unto the chief priests and unto the scribes, and they shall condemn him to death. നമുക്കറിയുന്ന കാര്യമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രൻ ഉപയോഗിക്കുമ്പോഴൊക്കെയും എങ്ങോട്ട് നിങ്ങൾ ചിന്ത പോകണം? ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് പോകണം. മാർക്ക് 8:13. And he began to teach them that the Son of Man must suffer many things and be rejected. സെയിം കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മാത്യു 26-ൽ. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 13-14 വാക്യത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഈ മാത്യു 26-ന്റെ 64 വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. ജീസസ് said unto him that thou hast said, അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ പറഞ്ഞു, nevertheless I say unto you, hereafter shall ye see the Son of Man sitting on the right hand of the power. ശ്രദ്ധിക്കണം. Hereafter ye shall see the Son of Man. സൺ ഓഫ് ഗോഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്നല്ല പറഞ്ഞത്, സൺ ഓഫ് മാൻ. എവിടേക്കാണ് റെഫർ ചെയ്യുന്നത്? 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ആരോടത്? മസ്സേഹ, മഹാപുരുഷന് കലിയിളകാൻ വേറൊന്നും വേണ്ട. പറഞ്ഞിരിക്കുന്നത്, ഹിയർ ആഫ്റ്റർ യു ഷാൽ സീ ദ സൺ ഓഫ് മാൻ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് പവർ ആൻഡ് കമ്മിങ് ഇൻ ദ ക്ലൗഡ്സ് ഓഫ് ഹെവൻ. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 7:13 പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല, പല പ്രാവശ്യം പറഞ്ഞു, ആകാശ മേഘങ്ങളോടെ. ഈ 2 കാര്യം യേശു, ഈ തച്ചനായ യോസഫിൻ്റെ കുടുംബത്തിൽ ജനിച്ച തച്ചൻ വന്ന് പുരോഹിതൻ, അധികാരമുള്ളവൻ, ശ്രേഷ്ഠ പദവിയുള്ളവൻ, മശിയായ്ക്ക് നീളായി നിൽക്കുന്നവൻ, മനുഷ്യന് മരണം വിധിപ്പാൻ അധികാരമുണ്ട്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ അധികാരമില്ല. തോമസ് കൊടുത്തിട്ടില്ലായിരുന്നു. അധികാരമുള്ളവൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, നീ അത്യുന്നതനായ എൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ അല്ലെങ്കിൽ മശിക തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ യാഹ്വേ, ഞാൻ ഐ ആം എന്ന വാക്ക്, അത് ഇപ്പോൾ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവിടെ ഉപയോഗിക്കുന്നത്. മോശയ്ക്ക് വെളിപ്പെടുത്തിയ വാക്ക് തന്നെ യാഹ്വേ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാണ് ഈ മഹാപുരോഹിതനായ കയ്യാഫിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്.
ഐ ആം, ഞാനാകുന്നു, അല്ലെങ്കിൽ യാഹ്വേ. എന്നിട്ട് പറയാണ്, മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും. ഇനി കലിയിളകാൻ വേണ്ട, ഒന്നും വേണ്ട. മഹാപുരിതം വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് മരണശിക്ഷ വിധിച്ചു. അന്ന് റോമൻ ഗവൺമെൻറ് മഹാപുരോഹിതന്മാർക്ക് മരണശിക്ഷ നടപ്പിലാക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഇതുകൊണ്ടാണ് അവർ അവനെ പീലാത്തോസിൻ്റെ കോർട്ടിലേക്ക് കൊണ്ടുപോയത്. മരണശിക്ഷ വിധിച്ചു, പക്ഷെ നടപ്പിലാക്കാൻ അവർക്ക് അധികാരം കൊടുത്തിട്ടില്ലായിരുന്നു. അത് റോമൻ ഗവൺമെൻറ്റിന് മാത്രമുള്ളായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ആ അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പീലാത്തോസ് പറയില്ല, ആരും അറിയാതെ അവർ ക്രൂശിച്ചേനെ. ദെൻ അടുത്തൊരു കാര്യം, അതിപ്പോൾ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ക്ലെയിം ചെയ്യുന്നത്. 110 സംഗീതത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കാൽ കീഴാക്കോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. മറ്റൊന്ന് ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അടുത്തത് ജോൺ 5:27 പറയുന്നത്, and are given authority to execute judgment also because he is son of man. അതായത് മനുഷ്യനെ പോലെ പ്യൂർ മനുഷ്യനായിട്ട് ഈ പരീക്ഷകളിൽ കൂടെ ഒക്കെ കടന്നുപോയി ജയിച്ചവനായി. എന്തിനൊക്കെ ജയിച്ചു? ലോകത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു. ഇങ്ങനെ ജയിച്ചവനായിട്ട് മഹിമയുടെ വലതുഭാഗത്തിരിക്കാൻ യോഗ്യനായ മനുഷ്യപുത്രൻ പറയുകയാണ്, ന്യായം വിധിപ്പുള്ള അധികാരവും അവന് ലഭിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് മനുഷ്യരായി നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ സകലത്തെയും ജയിക്കാൻ സാധിക്കും. ഇത് ആത്മീയ യുദ്ധങ്ങളിൽ പിന്മാറിപ്പോയി ആയുധവർഗം വെച്ചവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ വിശ്വാസത്തിൽ തളർന്നുപോയി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് കുഴഞ്ഞ മഴങ്കാലുള്ളവർ കേൾക്കുക, തളർന്ന കൈകളുള്ളവർ കേൾക്കുക. മനുഷ്യപുത്രനിൽ യാതൊരു കുറവുമില്ല, ക്രിസ്തുവിൽ യാതൊരു കുറവുമില്ല. കുറവ് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ അവനിലല്ല ആശ്രയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവനിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സെൽഫിനെ റിനൗൺസ് ചെയ്യുവാൻ, തള്ളിക്കളയുവാൻ അല്ലെങ്കിൽ ക്രൂശിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. തത്സമയത്ത് കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി തിരശ്ശീല കീറപ്പെട്ടു, തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ പുതിയ വഴി തുറന്നു. അപ്പം മനുഷ്യപുത്രനിൽ കുറവുണ്ടെന്ന് പറയേണ്ട, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കുറവ് നമ്മളിൽ തന്നെയാണ്. ഇതൊന്ന് അക്നോളജ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ പൂർണ്ണ ജയത്തോടെ മുന്നേറുവാൻ സാധിക്കും. അടുത്ത കാര്യം ഇതിനേക്കാളും ഗൗരവപ്പെട്ട കാര്യമാണ്. ഗലീലിൽ നിന്ന് കടന്ന അൺപഡ്, നമ്മളെന്താ ഹിന്ദിയിൽ പറയില്ല, അൺപഡ്, വിദ്യാഭ്യാസമില്ലാത്ത. ഗലീലെന്ന് പറഞ്ഞ ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? പണ്ട് ഹീരാമ ശലോമന് ആലയം പണിയുവാൻ ആവശ്യമുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെയും കൊടുത്തു വിട്ടു. അങ്ങനെ ഹീരാം വന്നപ്പോൾ ഹീരാമിന് പ്രസൻറ്റ് ചെയ്ത സ്ഥലമാണ് ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലം. ഈ ഗലീല കണ്ടിട്ട് ഹീരാം പറഞ്ഞു, എൻ്റെ സഹോദരൻ, നീ ഇതാണ് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് തള്ളപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഗലീല എന്ന് പറയുന്നത്. അതായത് ഒന്നിനും കൊള്ളില്ലാത്ത സ്ഥലം എന്നർത്ഥം. ഇത്രയേ കാര്യങ്ങൾ ചെയ്യാൻ വലിയ മഹത്വമായ ആലയം പണിയുവാൻ ആവശ്യമായ തടിയും പണിക്കാരെയും കൊത്തുപണിക്കാരെയും ഒക്കെ കൊടുത്തൊരു പ്രതിഫലമായിട്ട് ശലോമോൻ കൊടുത്തതാണ്. അതായത് ആ ഗലീലെന്ന പദവി തന്നെ ഒന്നിനും കൊള്ളില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ തന്നെ ഗലീലക്കാരായിരുന്നു. അവിടുന്ന് വന്ന സെഫാനോസ് 7-ാം അധ്യായത്തിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ 7-ാം വായിക്കുമ്പോൾ അതിൻ്റെ 56-ാം വാക്യത്തിലേക്ക്, അവിടെ അബ്രഹാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ക്രൊണോളജിക്കലായിട്ട് പറഞ്ഞ് വന്നിട്ട് അവസാനം വന്ന് പറയുകയാണ്, I said, behold, I see the heavens open, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. കലിയിളകാൻ വേറൊന്നും വേണ്ട. യേശു പറഞ്ഞപ്പോൾ മഹാപുരുതം വസ്ത്രം കീറി അവരെ മരണശിക്ഷ വിധിച്ച ആ യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന് പറയാണ്, സെഫനോസ് എന്ന് പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. പിന്നെ കല്ലല്ല, അവരവിടെ വെട്ടിക്കൊന്ന് കളഞ്ഞാൻ. പിന്നെ തുര കല്ല. കാരണം എന്നറിയാം, അവർ ഈ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ ആരാ? സകല അധികാരം ലഭിക്കാൻ പോകുന്നവൻ. പല രാജാക്കന്മാർ, പല ഡിക്റ്റേറ്റർഷിപ്പുകൾ വന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇറാനിൽ ഒരു വ്യാജ മതത്തിൽ കൂടെ
മാനവ തലമുറയെ മുഴുവൻ ഭരിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദവി കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു വിശദീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനത് ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 19 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ സൈറ്റിൽ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ 1-2 സൈഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് റെവലേഷനിൽ യോഹന്നാൻ തന്നോട് സംസാരിച്ച ശബ്ദം എന്താണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? മനുഷ്യപുത്രനോട് സദൃശനായി വരുവാൻ. ക്ലോത്ത് വിത്ത് ഗാർമെന്റ് ഡൗൺ ടു ഫീറ്റ് ആൻഡ് ഗിർഡഡ് അബൌട്ട് ദ ചെസ്റ്റ് വിത്ത് ഗോൾഡൻ ബാൻഡ്. ഗോൾഡൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ന്യായം വിധിപ്പാൻ അധികാരമുള്ളവർ മനുഷ്യപുത്രൻ. എവിടേക്കാണ് റെഫർ ചെയ്യുന്നത്? ദാനിയൽ 7:13. ഇത്ര മതി ക്രിസ്ത്യാനിറ്റിയെ വെറുക്കാൻ. ഇത് പ്രസംഗിക്കുന്നവർ ഇന്നും കൊല്ലുവാൻ നോക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റും ഇത് തന്നെയാണ്. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ധൈര്യത്തോടെ തന്നെ നിൽക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെയാണ് സെർവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രതിഫല പ്രശംസകളല്ല, യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതല്ല, വ്യൂവേഴ്സ് കൂടുന്നതല്ല, ലൈക്സ് കൂടുന്നതല്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മരണം. ഇതിനോട് ഞാൻ പല പ്രാവശ്യം എതിർത്ത് 61 പ്രാവശ്യം ഈ ആഴ്ച വിളിക്കുള്ളിൽ 61 പ്രാവശ്യം എന്നെ വ്യക്തിപരമായിട്ട് സ്പിരിച്വലായിട്ട് കൊന്നുകളയാൻ ശ്രമിച്ചിട്ട് അതിനോട് ജയിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ വെറുതെ തിയറി സ്ഥാപിക്കുകയല്ല. ഇത്തരം കാര്യങ്ങളോട് യുദ്ധം ചെയ്ത് ആത്മീയ യുദ്ധം ചെയ്യും കർത്താവിൻ്റെ കൃപയാൽ അധികാരം തന്ന്. എൻ്റെ കഴിവല്ല, എൻ്റെ വിശുദ്ധിയുടെ കഴിവല്ല, എൻ്റെ പ്രാർത്ഥനയുടെ കഴിവല്ല. ജസ്റ്റ് ഫൂൾ. ഈ മൺകൂടാരത്തെ അവൻ കൃപ കൊണ്ട് നിറച്ചിട്ട് ഈ വഴിയിൽ കൂടെ കടത്തി ഇത്തരം കാര്യങ്ങളോട് ആത്മീക യുദ്ധം ചെയ്യുവാൻ ആവശ്യമായി ഉയർത്തുന്ന ശക്തി നൽകി, അവൻ്റെ പുനരുത്ഥാന ശക്തിയെ നൽകി. അതിനെ ജയിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ദൈവവേല നിങ്ങൾ ശക്തമായിട്ട് ഈ മനുഷ്യപുത്രൻ എന്ന കാര്യം നാളെ പഠിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് നിങ്ങൾക്ക് അനുഗ്രഹമല്ല കിട്ടാൻ പോകുന്നത്, സാത്താൻ സകല കലിയോടുകൂടെ നിങ്ങളടുത്ത് ഇടപെടും. പക്ഷേ ഈ മനുഷ്യപുത്രൻ സേറ്റാനെ ജയിച്ചവനായവൻ, ലോകത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ ജയശാലികളെ നിർത്തും. നിങ്ങൾക്ക് കണ്ട് സന്തോഷിക്കാനും അവനെ ആരാധിക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ ഇത്ര ചിന്തിച്ചു വന്ന വിഷയങ്ങളിൽ ഇനി ചില കാര്യം ഞാൻ പറഞ്ഞു വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സോറി ഇസ്ലാം സ്നേഹിതന്മാർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയുണ്ട്. അപ്പോൾ മുഹമ്മദ് അല്ലെങ്കിൽ ഇസ്ലാം മതമായി കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. AD 570 ഈ മുഹമ്മദിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയിൽ അവൻ ജനിച്ചുവെന്നും 610 തുടങ്ങി 632 വരെ അവന് ഡിവൈൻ റെവലേഷൻസ് കിട്ടിയെന്നും 632 അവൻ മരിച്ചുവെന്നുമാണ് അതിൻ്റെ ചരിത്രം. എന്നാൽ അറബിക് ലാംഗ്വേജിൽ ഈ മേളിൽ കാണുന്ന കുത്തും കോമയുണ്ടല്ല, വവൽസ് എന്ന് പറയും. ഇത് 9th ഉം 10th സെഞ്ച്വറിയിലാണ് ഇത് വന്ന്. 7th സെഞ്ച്വറിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ 7th സെഞ്ച്വറിയിൽ മുഹമ്മദ് എന്ന് എഴുതാൻ സാധ്യമേ അല്ല. അത് എഴുതണമെങ്കിൽ മഹ്മദ്, ഇത് മീൻ എന്ന് പറയും, മീൻ, ഇത് ഹാ, ഇത് വീണ്ടും മീൻ, അല്ലെങ്കിൽ മീൻ്റെ മേളിൽ ഇതുപോലൊരു വവലിട്ടാൽ ഇതിനെ മൂ എന്നാക്കാൻ പറ്റുള്ളൂ. മൂ. അപ്പോൾ മുഹമ്മദ് എന്ന് 7th സെഞ്ച്വറിയിൽ എഴുതാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ 7th സെഞ്ച്വറിയിൽ ഇവർ പറയുന്ന ഒരു മുഹമ്മദ് എന്ന് പേരേ ഇല്ലായിരുന്നു. ഇനി ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിനെ വായിക്കാൻ പറ്റുന്നത് മഹ്മദ് എന്നാണ്. ഈ മഹ്മദ് എന്ന ലാംഗ്വേജ് നമ്മുടെ ശലോമോൻ എൻ്റെ കാര്യത്തിൽ സോങ്സ് ഓഫ് സോളമനിൽ അല്ലെങ്കിൽ ഉത്തമഗീതങ്ങളിൽ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തെ മഹ്മദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പഴയ നിയമത്തിൽ 11 ഇടങ്ങളിൽ മഹ്മദ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഹീബ്രു വേർഡിൻ്റെ മീനിങ് ദ പ്രൈസ്ഡ് വൺ, ദ ബ്ലെസ്ഡ് വൺ, ദ അനോയിറ്റഡ് വൺ എന്ന് പറഞ്ഞാൽ മഷിയാക്കി കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് മഹ്മദ്. ഈ പല പുസ്തകങ്ങളിൽ നിന്നും അബ്ബാസിൻസ് അവിടെ ഒരു പൊളിറ്റിക്കൽ
മോട്ടിവേഷന് വേണ്ടി ഒരു റിലീജിയൻ ഉണ്ടാക്കി, അതിനാവശ്യമായ ഒരു പുസ്തകമുണ്ടാക്കി ഖുറാൻ, അതിനാവശ്യമായിട്ടൊരു പ്രവാചകനുണ്ടാക്കി. കാരണം ഹീബ്രുവിനും ക്രിസ്ത്യൻസിനും പ്രവാചകന്മാരുടെ വലിയൊരു ശൃംഖലയുണ്ട്. അപ്പോൾ ഇവർക്കും വേണം ഒരു പ്രവാചകനെ. അതിനൊരു പ്രവാചകനെ ഉണ്ടാക്കി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും AD 532 എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോൺ റോക്ക് ഇൻസ്ക്രിപ്ഷനാണ് നിങ്ങൾ റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല. കാണുന്നത് അത് 523 AD ജ്യൂസ് ഉപയോഗിച്ചിരുന്ന അവിടെ എഴുതിയിരിക്കുന്നത് മഖ്മദ് എന്നാണ്. ഇറ്റ് മീൻസ് ദ അനോയിറ്റഡ് വൺ. ഹീബ്രുവിൻ്റെ വിശ്വാസം മരിച്ചുകൊണ്ട് ഈ മഖ്മദ് ആരാണ്? മസിഹ. അതാണ് ഈ മനുഷ്യപുത്രൻ. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ. ഇനി ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചുകൊണ്ടൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഹിസ്റ്റോറിയൻസ്, ഫസ്റ്റ് സെക്കൻഡ് സെഞ്ച്വറിയിലെ 6 ഹിസ്റ്റോറിയൻസ്, റോമൻ, ഗ്രീക്ക്, ജൂയിഷ് ഹിസ്റ്റോറിയൻസ് അവിടെ ചരിത്രങ്ങളെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ AD 923 അൽതാബരി ഈ ഖുറാനകത്ത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, അവനെപ്പോലെ ഒരാളെ ഉണ്ടാക്കിയിട്ട് അവനെയാണ് ക്രൂശിച്ചത്, ഇത് ഉറപ്പായിട്ട് നന്നായിട്ട് പറയുകയാണ്. ഫോർ ഇൻഡീഡ് വി ഹാവ് കിൽഡ് the Messiah Jesus, the son of Mary, the messenger of Allah, and they did not kill him, nor did they crucify him. But another was made resemble him to them, and indeed those who differ over it are in doubt about it. They have no knowledge of it except the following of assumption, and they did not kill him for certain. അവൻ തന്നെ ഡിസപ്ഷനിലിരിക്കുകയാണ്. 6 ഹിസ്റ്റോറിയൻസ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. ഈ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആര് തന്നെയും ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ തന്നെ. യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ ഗർഭം ധരിച്ച് 10 മാസം ഒരു മനുഷ്യ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന പോലെ വഹിച്ചവളായി മറിയ, 33.5 വർഷം അവനോട് കൂടെ ഉണ്ടായിരുന്നവളായി മറിയ ക്രൂശിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. 3.5 വർഷം അവനോട് കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ, അവനോട് കൂടി ഉണ്ടായിരുന്ന മറ്റു സഹോദരിമാർ ക്രൂശിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. അവരെല്ലാം പറഞ്ഞതും എഴുതിയ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ഹിസ്റ്റോറിയൻസ് 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിസ്റ്റോറിയൻസ് സത്യമായ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുമ്പോൾ AD 923 ഒരു വെളിപ്പാട് കിട്ടാണ് യേശുവിനെ ക്രൂശിച്ചിട്ടില്ല. കാരണം എന്താണെന്നിപ്പോൾ മനസ്സിലായോ? ഈ മനുഷ്യപുത്രൻ ആരാ? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സകല ഭാഷക്കാരെ, സകല വംശങ്ങളെ, ജാതികളെയും മേളിൽ ഭരിക്കുവാൻ ഡിവൈൻ ഗവൺമെൻറ്, ദൈവം അധികാരം കൊടുക്കുന്നവനാണ് ഈ മസിഹ. ഇതിനോടാണ് അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന് യാതൊരു വൈരാഗ്യമില്ല. കാരണം മരിച്ചിട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയമില്ലല്ലോ. ഇത് ഈ വ്യാജക്കൊണ്ട്. അപ്പം ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഏതാ നിങ്ങൾക്ക് തന്നെ വിവേചിക്കറിയാൻ സാധിക്കും. ഓക്കെ, ഇതവൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം വളരെ ഡീറ്റെയിലായ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇതെല്ലാം പറയുന്നതിനാ ഈ മനുഷ്യപുത്രനോട് കൂടെ അധികാരം കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് അവിടേക്ക് 27-ാം വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം കൂടെ ഒന്ന് വായിക്കുക. ഡാനിയൽ ചാപ്റ്റർ 7 വേഴ്സ് 27 കൂടെ ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൽ കീഴെല്ലാവരുമുള്ള രാജ്യങ്ങളുടെ മഹത്വം അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആർക്ക? അത്യുന്നതൻ്റെ വിശുദ്ധന്മാർ. അവരാണ് ഞാൻ പറഞ്ഞല്ലോ വീണുപോയ ആദാമിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ ചിത്രം കാണിച്ചിരിക്കുന്ന അതാണ്. ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കാൻ ആവശ്യമുള്ള അറ്റോൺമെൻറ്റ്, പ്രായശ്ചിത്തം നടത്തി അതിൽ നിന്നൊരു പിതാവിനെ ആകർഷിക്കപ്പെട്ട് തൻ്റെ അടുത്ത് വരുന്നവരെ ഒടുക്കത്തെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം ഒരുക്കി താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ അവരെ ദൈവത്തിന് തന്നെ വിശുദ്ധരാക്കി പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ
13 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത്. 27 വാക്യത്തിലാണ് ഈ അധികാരം ഈ ദൈവസഭയ്ക്ക് ലിറ്ററലായിട്ട് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ സ്പിരിച്വൽ അധികാരം ഇപ്പോഴുണ്ട്. എഫേസ്യസ് ചാപ്റ്റർ 1 വേഴ്സ് 19-23 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമേത് ഉയർത്തി ക്രിസ്തുവിനെ സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, സർവത്തിനുമീതെ തലയാക്കി സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായിരുന്ന സഭയ്ക്ക്. ഇതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. അവിടെ ക്രിസ്തുവാണ് തല. മനുഷ്യൻ്റെ ജിയോളജിക്കലായിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ആദാമായിരുന്നു. എന്നാൽ സ്പിരിച്വൽ ഹെഡ് ഏതും തോട്ടത്തിൽ തുടങ്ങി സേറ്റാനായിപ്പോയി. അവിടെ നിന്നും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ജനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, അവൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച്, അവനുമായി അനുസരണത്തിൽ ഒത്തുചേർന്ന് വരുന്നവരുടെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന് അവൻ്റെ ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെയാണ് കയറി വരിക എന്ന് വിളിക്കുന്നത്. അവരാണ് ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുന്നത്. ഇതിലേക്കാണ് ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾ വിളിക്കുന്നത്. ഒരു റിലീജിയൻ ഉണ്ടാക്കുവാനോ ഒരു പുതിയ സംഘടന ഉണ്ടാക്കുവാനല്ല. ഇതെൻ്റെ ബിസിനസ്സേ അല്ല. ഈവൻ ഐ ഡോണ്ട് ഹാവ് എനി റിലീജിയൻ, ഐ ഡോണ്ട് ഹാവ് എനി വേൾഡ്ലി ഡിനോമിനേഷൻ, ബട്ട് ഐ നോ ക്രൈസ്റ്റ് ഈസ് വിത്ത് മീ, വിത്തിൻ മീ. അത് ഞാൻ അനുഭവത്തിൽ കൂടെ പ്രാക്ടിക്കലി തെളിയിച്ചുകൊണ്ടാണ് നിങ്ങളോട് ക്ലാസ് വിവരിക്കുന്നതും ഇതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നതും. ദൈവകർത്താവ് നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധത്തിലുമായ ദൈവ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനെ കരുതനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്നവരെ ജനത്തെയും കർത്താവെ നിങ്ങളിലേക്ക് ആകർഷിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാണുവരൊരുക്കി കർത്താവ് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ആ ധാന്യപ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ശബ്ദം കേൾക്കുന്ന ഓറിജിനും അതിലായിപ്പെടാൻ തീർക്കണം. നിന്റെ കൃപയാൽ പണിതെടുക്കുമാറാണെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.